ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ഡെസ്ക്രിപ്റ്റർ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് എയർ ഡ്രോപ്പിൻ്റെ ടാസ്കുകളാണ്. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, പൈസ ചിലവുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വെയിൽസ് മാർക്കറ്റും എയിവിയും സ്റ്റാർക്ക്നെറ്റിൻ്റെ എയർ ഡ്രോപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നിരുന്നു. നമ്മുടെ നാട്ടിൽ കുറച്ച് പേർക്ക് നല്ല രീതിയിലുള്ള സ്റ്റാർക്ക്നെറ്റ് എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. അത് നാളെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു എയർ ഡ്രോപ്പ് ഇന്ന് ബൈനാൻസിൽ വന്നിട്ടുണ്ട്. ഞാൻ ആ എയർ ഡ്രോപ്പ് പേഴ്സണലി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ടോക്കൺസ് കിട്ടിക്കാണും. പിക്സൽസ് എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടിരുന്നു, പക്ഷേ ഞാൻ അധികം ശ്രദ്ധിച്ചില്ല, പിന്നെ അത് വിട്ടുപോയി. ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ ടാസ്ക് ചെയ്ത ആൾക്കാർക്ക് 1,00,000 ടോക്കണിന് മേലേക്ക് കിട്ടിയേക്കാണ്. ഇപ്പോൾ കറൻ്റ് 0.53 ബിനാൻസിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു $50,000 വർത്തായിട്ടുള്ള എയർ ഡ്രോപ്പ് ഒക്കെയാണ് അവർ കൊടുത്തേക്കുന്നത്. നല്ല രീതിയിൽ ബൂമായി പോയിട്ടുണ്ട്. ബിനാൻസ് ലിസ്റ്റ് ആവുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ബിനാൻസിൽ ഒരുവിധം ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ടോക്കൺ. ഓക്കെ, അപ്പോൾ ഇതിൽ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇരയ്ക്കൊക്കെ 50,000 1,00,000 ടോക്കൺസ് ഒക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. കിട്ടിയവർ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ഒരു ടോക്കൺ ഞാൻ നിങ്ങൾക്ക് വെയിൽസ് മാർക്കറ്റിൽ കാണിച്ചു തന്നിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. വാങ്ങാൻ പറ്റുന്ന പറഞ്ഞിട്ട് $0.43 ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ ടോക്കൺ വാങ്ങിയവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 20-25% പ്രോഫിറ്റ് വന്നിട്ടുണ്ടായിരുന്നു. $100 ആ ടോക്കൺസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രീമിയം മാർക്കറ്റിൽ നിന്ന് അതിപ്പോൾ വേണമെങ്കിൽ ഒരു 25% പ്രോഫിറ്റിൽ $105 വിൽക്കാൻ പറ്റും. അപ്പോൾ അതാണ് വെയിൽസ് മാർക്കറ്റിലുള്ളത്. ഇപ്പോൾ വെയിൽസ് മാർക്കറ്റിൽ STRK ഉണ്ട്, സ്റ്റാർ ടോക്കൺ $1.85. പിന്നെ SHF shuffle.com ഉണ്ട്, വേംഹോൾ ഉണ്ട്, മോർ ഉണ്ട്, ഐവോ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ പോർട്ടലുണ്ട്. ഇപ്പോൾ പോർട്ടൽ ഇപ്പോൾ വന്നിട്ടുള്ളൂ, പോർട്ടൽ ഗെയിമിങ്ങിൻ്റെ. അപ്പോൾ അതിൻ്റെ ടോക്കണിൻ്റെ പ്രൈസ് 0.76 ആണ്. അപ്പോൾ എയ്വോയുടെ ടോക്കൺ ഇപ്പോൾ കറൻ്റ് $2.91 ഇതിൽ സെല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ ഒരു ടോക്കൺ നമുക്ക് ട്രേഡിംഗ് വോളിയം മാത്രം കൊണ്ടുവന്ന് എയർ ഡ്രോപ്പ് നേടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു ടാസ്കുകൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കറൻ്റ് എനിക്ക് 2-3 ദിവസം കൊണ്ട് $55,000 ട്രേഡിംഗ് വോളിയം ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഫാമിംഗ് ബൂസ്റ്റ് ലൈവാണ്, തീർച്ചയായിട്ടും ചെയ്യുക. നിങ്ങളുടെ എയർ ഡ്രോപ്പ് മിസ് ഔട്ട് ആക്കണ്ട. അത്യാവശ്യം നല്ല എയർ ഡ്രോപ്പ് ഇവരെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കും. ഞാൻ 10 ദിവസം കൂടി ബാക്കിയുണ്ട്. ഞാൻ മാക്സിമം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാണ്. നിങ്ങൾ എത്രത്തോളം ട്രേഡിംഗ് വോളിയം കൊണ്ടുവരാൻ അത്രത്തോളം ബെറ്റർ. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക് വഴി കയറുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ഫീസിൽ 15-25% വരെ ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ 55,000 നടക്കുന്നു. എൻ്റെ ഇപ്പോൾ ട്രേഡ്സ് ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ETHൻ്റെ ലോങ് ഞാനിവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ലോസിലാണ്. ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇനിയും ട്രേഡിംഗ് വോളിയം കൂടും. അപ്പോൾ കൂടുന്തോറും ബെറ്റർ എയർ ഡ്രോപ്പിനുള്ള ചാൻസസ്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് മിസ് ഔട്ട് ആക്കണ്ട. കാരണം ഇവിടെ തന്നെ ടോക്കണിൻ്റെ വില 2.91 ആണ് കാണിക്കുന്നത്. ഇവരുടെ ഏർലി സ്നാപ്ഷോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡിംഗ് വോളിയം കൊണ്ടുവന്നുള്ള സ്നാപ്ഷോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മിസ് ഔട്ട് ആക്കണം. നമുക്ക് 100 ടോക്കൺ കിട്ടിയാൽ പോലും $300 അടുത്ത് വാല്യുവേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓരോരോ ടാസ്കിലേക്ക് കിടക്കാം. ഒന്ന് സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഔൾട്ടുവിൻ്റെ ബ്രിഡ്ജ് യൂസ് ചെയ്യുക. ബ്രിഡ്ജ് യൂസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഡെയിലി ചെക്ക് ഇൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡബിൾ പോയിന്റ് കിട്ടും. ഓക്കെ, അത് മിസ് ഔട്ട് ആക്കണ്ട. അടുത്തെന്ന് പറയുന്നത് സീറ്റയുടെ മുകളിൽ നിങ്ങൾ ആരൊക്കെ XP കളക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മെയിൻ ടാസ്കുകളാണ്, തീർച്ചയായിട്ടും ചെയ്യുക. എല്ലാ ടാസ്കുകളും ചെയ്യാം. ഇപ്പോൾ 17,000 XP കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് ഇന്നലെ മാത്രം ചെയ്തിട്ടുള്ള XP ആണ്. എല്ലാ വീക്കിലെയും ടാസ്ക് വരുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് മെയിൻ നെറ്റ് ചെയ്യണതിന് നിങ്ങൾക്ക് കൂടുതൽ എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തെന്ന് പറയുന്നത് ബൂസ്റ്റിൻ്റെ ഓൺ ചെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കാണിക്കുന്ന ഒരു NFT മിൻറ്റ് ചെയ്യാനുള്ളതുണ്ട്. ഞാനിപ്പോൾ OPയുടെ മുകളിലാണ് മിൻറ്റ് ചെയ്തത്. ഒരു ID പാസ് താല്പര്യമുള്ളവർക്ക് മിൻറ്റ് ചെയ്ത് വയ്ക്കാം. ഇത് ചിലപ്പോൾ ഒരു എയർ ഡ്രോപ്പിന് എന്തെങ്കിലും സ്പെക്കുലേഷൻ കിട്ടുന്നതാണ്. ഇപ്പോൾ എൻ്റെ നെറ്റ്വർക്ക് റാങ്ക് നോക്കുമ്പോൾ 7,000 സ്ഥാനത്താണ് എൻ്റെ നെറ്റ്വർക്ക് റാങ്ക്. ഒപ്റ്റിമിസത്തിൻ്റെ മുകളിൽ 5,000 സ്ഥാനം, ആർബിറ്റത്തിൽ 8,400, ബേസിൽ 27,000 റാങ്കുമാണ്. നമ്മുടെ റാങ്കും അറിയാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരു നെറ്റ്വർക്കിൻ്റെ മുകളിൽ വേണമെങ്കിൽ ഇത് മിൻറ്റ് ചെയ്യാം. ഈ 3 നെറ്റ്വർക്കിൻ്റെ മുകളിലും തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്യുക. മിൻറ്റ് ചെയ്യണതിന് എത്രയോ ഒരു ചെറിയൊരു $5 $6 ചിലവുണ്ട്. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇത് മിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു എയർ ഡ്രോപ്പിനുള്ള ചാൻസസ് ഉണ്ട്. ഈ ബൂസ്റ്റ് എന്ന് പറയുന്നത് റാബിറ്റ് ഹോളിൻ്റെ തന്നെ വേറൊരു പ്രോജക്റ്റാണ്. അപ്പോൾ റാബിറ്റ് ഹോളിൻ്റെ എയർ ഡ്രോപ്പ് വരുമ്പോൾ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. തീർച്ചയായിട്ടും ബൂസ്റ്റ് പാസ് മിൻറ്റ് ചെയ്ത് വയ്ക്കുക. 24-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. ഇതുകൂടാതെ ബേസിൻ്റെ മുകളിൽ ഓൺ ചെയിൻ ഡെയിലി ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. മെയിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കുറച്ച് NFTs വാങ്ങേണ്ടതുണ്ട്. ആ NFTs വാങ്ങിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ബേസ് ലിൽ കവർ എന്ന് പറഞ്ഞ ഒരു NFT മിൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു NFT ആണത്. ലിങ്ക് എല്ലാം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തെന്ന് പറയുന്നത് മെർക്കുറി ബൈ അൺലൂപ്ഡ് എന്ന് പറഞ്ഞ ഒരു NFT മിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊക്കെ മിൻറ്റ് ചെയ്യാം. ഞാൻ അപ്പോൾ മിൻറ്റ് ചെയ്യാൻ പോകുന്നതാണ്. അതിന് മുമ്പേ വീഡിയോ ചെയ്യുന്നത് മാത്രം. അടുത്തെന്ന് പറയുന്നത് ദ പാർക്ക് സീസൺ 2ൻ്റെ ഒരു NFT മിൻറ്റ് ചെയ്യാനുള്ളതുണ്ട്. അതൊരു വീഡിയോ NFT ആണ്. ഇതാണ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാത്തിനും ഗ്യാസ് ഫീസ് ചിലവുണ്ട്. ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല. ബേസിൻ്റെയും സോറയുടെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ കൂട്ടാനും സഹായിക്കും. ഇത് ബേസിൻ്റെ മുകളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതെല്ലാം സോറയുടെ മുകളിലൊരു NFT മിൻറ്റ് ചെയ്യാനുള്ളത് ഉണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു.
ഈ ഒരു NFT ഞാൻ നിങ്ങളുടെ അടുത്ത് സോർബിൻ്റെ മുകളിൽ മിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. എത്ര പേര് മിൻറ്റ് ചെയ്തെന്ന് അറിയില്ല. തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്ത് വെക്കുക. യൂണിസ്വാപ്പിൻ്റെ വേർഷൻ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ സോർയുടെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു NFT ആണ്. എന്തെങ്കിലും യൂസ് കേസ് വരുമായിരിക്കും. തീർച്ചയായിട്ടും മിൻറ്റ് ചെയ്ത് വെക്കുക. ഇതുകൂടാതെ ഗ്രാസിൻ്റെ ഒരു ലിങ്ക് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു. ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നെറ്റ്വർക്ക് വൈഫൈ നെറ്റ്വർക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്തോ കൊടുക്കുക, അങ്ങനെ എന്തോ കോൺസെപ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടും. ഇപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ഇപ്പോൾ ഏകദേശം ഒരു 1000 സംതിങ് ടോക്കൺസ് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 14 മണിക്കൂറോളം ഞാൻ ഓൺലൈൻ ഉണ്ടായിരുന്നു. ഓക്കെ, കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് സമയം എടുക്കുമായിരിക്കും. അതിൻ്റെത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെയ്ത് വയ്ക്കാവുന്നതാണ്. താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, എല്ലാം മെയിൻ ടാസ്ക് ആണ്. ഇപ്പോൾ കറന്റ് ഫ്രീ ആയിട്ട് നടക്കുന്നത് ഇപ്പോൾ സുപ്രയുടെ മെഷീൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും ഗ്യാസ് ഫീസ് ചിലവാകുന്നുണ്ട്. പിന്നെ ഇതല്ലാതെ ചില ടെസ്റ്റ് ടാസ്കുകൾ വരുന്നുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഇനിയും എത്തിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക, മിസ് ഔട്ട് ആക്കണ്ട. പലരും ചെറിയ ഗ്യാസ് ഫീസൊക്കെ പേടിച്ചിട്ട് തന്നെ ഇത് മിസ് ഔട്ടായി പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ കൺഫേംഡ് ആയിട്ട് എയർ ഡ്രോപ്പ് കിട്ടാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പറയുന്നത്. എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും കിട്ടുമെന്നല്ല, സ്പെക്കുലേഷൻസ് ആണ്. മാക്സിമം ട്രൈ ഔട്ട് ചെയ്യുക. ഈ ഐവോടെ കൺഫേംഡ് ആണ് എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്ത് വയ്ക്കുക, മിസ് ഔട്ട് ആക്കണ്ട. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആർക്കൊക്കെ പിക്സലിൽ എയർ ഡ്രോപ്പ് കിട്ടിയെന്ന് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്ക് നോട്ടിഫിക്കേഷൻ ഓളെന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.